എനിക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാമോ? തീർച്ചയായിട്ടും. ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് 2 തരത്തിലുള്ള ഡോക്യുമെൻറ്റുകളാണ് വേണ്ടത്. ഒന്ന്, കമ്പനിയുടെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളും 2, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളും. ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ആദ്യം വേണ്ടത്, അതൊരു റെസിഡൻ്റ് ആണെങ്കിൽ തീർച്ചയായും അവരുടെ പാൻ കാർഡ് മാൻഡേറ്ററി ആണ്. ഒരു ഫോറിൻ നാഷണൽ ആണെങ്കിൽ അവരുടെ പാസ്പോർട്ട് കമ്പൽസറി ആയി വേണം. രണ്ടുപേരും ഫോറിൻ നാഷണൽസ് ആണെങ്കിലോ? അത് പറ്റില്ല. മിനിമം ഒരു ഡയറക്ടറെങ്കിലും റെസിഡൻ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് അവരുടെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാൻ ആവശ്യമായ ആധാർ കാർഡാണ്. അടുത്തത് ഏതെങ്കിലും അഡ്രസ് പ്രൂഫ്, അവരുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ്. അത് ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, പാസ്പോർട്ട് ആകാം, വോട്ടേഴ്സ് ഐ ഡി ആകാം, എനിത്തിങ്. നാലാമത് അവരുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇങ്ങനെ 4 തരം ഡോക്യുമെൻ്റാണ് ഡയറക്ടേഴ്സുമായി ബന്ധപ്പെട്ട് വേണ്ടത്. കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസുമായി ബന്ധപ്പെട്ട് 3 തരം ഡോക്യുമെൻ്റാണ് വേണ്ടത്. ഒന്ന്, ഈ കമ്പനിയുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു യൂട്ടിലിറ്റി ബില്ല്. യൂട്ടിലിറ്റി ബില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയ ഏതെങ്കിലും ഒരു അഡ്രസ് വെരിഫിക്കേഷനുള്ള ഐറ്റമാണ് യൂട്ടിലിറ്റി ബില്ല് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, ടെലിഫോൺ ബില്ല്, വാട്ടർ കണക്ഷൻ്റെ ബില്ല്, ഗ്യാസ് കണക്ഷൻ്റെ ബില്ല്, ഇതുപോലെ ഏതെങ്കിലും ഒരു യൂട്ടിലിറ്റി ബില്ല് കമ്പൽസറി ആയി വേണം. രണ്ടാമത്, നിങ്ങളുടെ ഈ ബിസിനസ് അല്ലെങ്കിൽ കമ്പനി സ്വന്തം സെൽഫ് ഓൺഡ് പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ ഒരു റെൻ്റൽ ബിൽഡിങ്ങിലോ നടത്താവുന്നതാണ്. സെൽഫ് ഓൺഡ് പ്രോപ്പർട്ടി ആണെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യാൻ ആവശ്യമായ ഒരു ഡോക്യുമെൻ്റ്. റെൻ്റൽ ബിൽഡിംഗ് ആണെങ്കിൽ റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ടാവണം. മൂന്നാമത്തെ ഡോക്യുമെൻ്റ് വേണ്ടത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാത്രമാണ്. ഇതൊരു റെൻ്റൽ ബിൽഡിംഗ് ആയിരിക്കുകയോ അല്ലെങ്കിൽ ഒരു കോ ഓൺഡ് പ്രോപ്പർട്ടി, ഒന്നിലധികം ആളുകൾ ചേർന്ന്, നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ആളുകൾ ചേർന്നുള്ള പ്രോപ്പർട്ടിയോ ആണെങ്കിൽ ലാൻഡ് ലോഡിൻ്റെ അഥവാ ഈ ജോയിൻ്റ് ഓണറുടെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അഥവാ NOC കൂടി വേണം. ഇത്രയുമാണ് രജിസ്ട്രേഷൻ ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ. കമ്പനി രജിസ്ട്രേഷൻ നമുക്ക് തനിയെ ചെയ്യാവുന്നതാണ്? തീർച്ചയായും. MCAയുടെ സൈറ്റിൽ കയറി നമുക്ക് തനിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെയിൽ നമുക്ക് CA, CMA, CS പോലെയുള്ള പ്രൊഫഷണൽസിൻ്റെ ഡിക്ലറേഷൻ സർട്ടിഫിക്കേഷൻ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരെ സമീപിക്കേണ്ടി വരും. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെയോ അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഫഷണലിനെ സമീപിച്ച് ചെയ്യുന്നതാണ് നല്ലത്. സർ, ഈ ഒരു പ്രൊസീജിയറിൽ എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും എന്നെ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ട സകല വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ 1 by 1 ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുകയോ ഫോളോ ചെയ്യുകയോ ചെയ്താൽ കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് അത് അവൈലബിൾ ആവുന്നതാണ്. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ.